ഹായ് കൂട്ടുകാരി, ഏവർക്കും നമസ്കാരം. എൻ്റെ പേര് ചന്ദ്രബാബു. ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. ഞാനിന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം മക്കളോടൊപ്പം എന്നതാണ്. ഇന്ന് ബഹുഭൂരിപക്ഷം മാതാപിതാക്കളും മക്കളുടെ കാര്യത്തിൽ ആകുലരാണ്. ആകുലത എങ്ങനെ മാറ്റാം? അധ്യാപന ജീവിതത്തിൽ നിന്നും നിരവധി യാത്രകളിൽ നിന്നും ലഭിച്ച അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾ എന്തുകൊണ്ട് വഴിതെറ്റുന്നു? ആരാണ് അതിൻ്റെ ഉത്തരവാദി? സമൂഹമോ, കുടുംബമോ, അതോ കുട്ടിയോ? ഇതിനുള്ള ഉത്തരം തേടി നാം അലയുകയാണ്. അതിനുവേണ്ടി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടുന്നു. ഉത്തരം തേടി നിരവധി സോഷ്യൽ മീഡിയകൾ തിരയുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം ഉത്തരം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അത് തിരിച്ചറിയാതെ നാം ചുറ്റിലും അന്വേഷിക്കുന്നു. ഇതിനെക്കുറിച്ച് ആദ്യം നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ നാം മനസ്സിലാക്കുന്നത് ആരാണ് കുട്ടി എന്ന്. കുട്ടികളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? കുട്ടികളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് കുടുംബം, സമൂഹം, വിദ്യാലയങ്ങൾ, സോഷ്യൽ മീഡിയകൾ എന്നിവയാണ് പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. എങ്കിലും കുട്ടി ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലൂടെ നമുക്ക് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലേക്ക് പോകുന്നതാണ് കുറച്ചും കൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വ്യക്തിയുടെ വളർച്ചാ ഘട്ടത്തിലെ ആദ്യ ഘട്ടമാണ് കുട്ടിക്കാലം. ആരാണ് കുട്ടി? ഒരു വ്യക്തിയുടെ വളർച്ചാ ഘട്ടത്തിലെ ആദ്യ ഘട്ടമാണ് കുട്ടിക്കാലം. തൻ്റെ ചുറ്റുമുള്ള എല്ലാ അറിവുകളെയും ശേഖരിക്കുന്നു. അറിവ് ശേഖരണം മാത്രമേ ആ പ്രായത്തിൽ നടക്കുന്നുള്ളൂ. തിരിച്ചറിവ് എന്ന ശേഷി സ്വായത്തമാക്കുന്നത് പിന്നീടാണ്. മുതിർന്നവർക്ക് എന്തും അടിച്ചേൽപ്പിക്കാനുള്ള പ്രായം, പ്രതികരണശേഷി ഇല്ലാത്ത പ്രായം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടിക്കാലം തന്നെയാണ്. തൻ്റെ മുന്നിൽ വരുന്ന ഓരോ കാര്യത്തെയും വളരെ ലാഘവത്തോടെ കാണുന്ന പ്രായം. ഉത്തരവാദിത്വമുണ്ടെങ്കിലും അത് തിരിച്ചറിയാതെ നടക്കുന്ന കാലം. സുഖദുഃഖങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് തുടർ ജീവിതത്തിൽ ബാധിക്കില്ല. കാരണം നിഷ്കളങ്ക മനസ്സുള്ളവരാണ് അവർ. ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കാതെ എപ്പോഴും വിനോദങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന കാലം. എന്നാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന പ്രായം. താൻ ചെയ്യുന്ന തെറ്റിന് ഉത്തരവാദി താനല്ല എന്ന് വാദിക്കുന്ന കാലം. നല്ല ശീലങ്ങളും ചീത്ത ശീലങ്ങളും തിരിച്ചറിയാത്ത കാലം. നല്ല കൂട്ടുകെട്ടും ചീത്ത കൂട്ടുകെട്ടും തിരിച്ചറിയാത്ത കാലം. കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പ്രായം. സമപ്രായക്കാരോട് അടികൂടുന്ന പ്രായം. അസൂയയും കുശുമ്പും നിറഞ്ഞ പ്രായം. ഇത്തരം സവിശേഷതകൾ ഉള്ള കുട്ടികളെയാണ് നാം നേരിടേണ്ടത്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിര് കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി